അപ്പോൾ മെയിനായിട്ട് ഏതൊക്കെ കമ്പനികളാണ്? ഞാനിപ്പോൾ ചേട്ടനോട് ചോദിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ കൂടുതൽ എന്തൊക്കെ ഐറ്റംസ് പ്രൊഡക്ട്സ് ആണ് നമ്മൾ യൂസ്? അതായത് ഇപ്പോൾ ഈ ചെയിൻ ലിങ്ക് മെഷ്, പിന്നെ ബാർബഡ് വയർ, അതൊക്കെ നമ്മൾ പുറത്തേക്ക് വിടുന്നുണ്ട്. നമ്മൾ കമ്പനിയിൽ നിന്നും ഡയറക്റ്റ് വരുത്തിച്ച്, ഇപ്പോൾ കോയമ്പത്തൂർ, മദ്രാസ്, പിന്നെ കൽക്കട്ട, ബോംബെ, പിന്നെ ഹരിയാന, അവിടെ നിന്നുള്ള കമ്പനികളിൽ നിന്നുണ്ടാക്കുന്ന ലോ കോസ്റ്റിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞ് എല്ലാ റേറ്റൊക്കെ എല്ലാം റെഡിയാക്കി വെച്ച് ഇവിടുത്തെ കസ്റ്റമർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് കമ്പനിയിൽ നിന്ന് എടുക്കുന്ന കാരണം ആ വില കുറച്ച് കസ്റ്റമർ കൊടുക്കാൻ സാധ്യതയില്ല. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ഇപ്പം കോമ്പറ്റീഷനിലൊക്കെ പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കുറച്ച് സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വില കുറച്ച് സാധനങ്ങൾ കൊടുക്കാനുള്ളതാണ്, എത്തിക്കുകയാണ്. ഇപ്പം ഈ ദൂരത്തു നിന്നൊക്കെയുള്ള മുമ്പ് പറഞ്ഞായിരുന്നു, ചേട്ടൻ പറഞ്ഞു ചങ്ങനാശ്ശേരി, കൊല്ലത്തു നിന്നൊക്കെയുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എങ്ങനെ നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്? അത് അവർ വന്ന് അത് നമ്മൾ പാഴ്സൽ അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ അങ്ങനെ അയച്ചു കൊടുക്കുക, ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇങ്ങനെ ബിസിനസ്സിലേക്ക് തന്നെ ഇറങ്ങാനായിരുന്നു ആഗ്രഹം? അതെ 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 അതെ. അത് വേറെ ഏതെങ്കിലും? ഇല്ല. പഠിക്കുന്ന സമയത്ത് തന്നെ കടയിൽ ചെന്നിരിക്കാറുണ്ടായിരുന്നു, അച്ഛൻ്റെ കൂടെ ഇരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിനോടുള്ള ഒരു ടച്ച് അങ്ങനെ വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ ഇതാണ് കൂടുതൽ താല്പര്യം, ഇതാണ് നല്ലതെന്ന് തോന്നി അങ്ങനെ രംഗത്തേക്ക് ഇറങ്ങിയതാണ്. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ 4 പേരുടെയും പ്രയത്നം കൊണ്ട് കലൂരൊരു മുകളിലൊരു ഷോപ്പ് പോണത്, അത് എളമക്കരയിൽ പറഞ്ഞ് പണത്. ഇനിയിപ്പോൾ ഞങ്ങളുടെ തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് രംഗത്തിലേക്ക് ശക്തിയായിട്ടൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചാണ്. അതായത് ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് ഹാർഡ്വെയറിൽ ഒരുപാട് പരിചയം ഉണ്ടാവില്ല. ഇനി ഒരുപാട് ഇപ്പോൾ മാസം തോറും ഇപ്പോൾ പുതിയ ഐറ്റംസ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ ഐറ്റംസിൻ്റെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, പുതിയ മെത്തേഡുകളും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഓരോ പണികളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ കുറേ മാർക്കറ്റിംഗ് ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അത് നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ അല്ലെങ്കിൽ ആദ്യം നമ്മൾ ചെല്ലണത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. അയാൾക്കോട് സംസാരിച്ച് പിന്നെ അതിൽ നിന്നുള്ള ക്വാണ്ടിറ്റികൾ ഇങ്ങനെ കൂടുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ചൈനയിൽ നിന്നൊന്നും സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്കിവിടെ ചെയ്യാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ലെങ്കിൽ പിന്നീട് നമുക്ക് അതിൻ്റെ ഇമ്പോർട്ട് ലൈസൻസ് എടുത്ത് ചെയ്യാൻ. അപ്പോൾ അതിനുള്ള ഒരു തീരുമാനത്തിൽ ഇപ്പോൾ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിപ്പോൾ ഈ വർഷത്തിനുള്ളിൽ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും താല്പര്യം, ആഗ്രഹം. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഉൽപ്പന്നങ്ങളും ഇപ്പോൾ ചൈനയിലത്തെ ചെറിയ സിമ്പിളായിട്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. അതപ്പോൾ നമ്മളോട് ഉപയോഗിക്കുമ്പോൾ അത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് പണിയും കഴിയും, വളരെ കോസ്റ്റ്ലി വളരെ കുറവാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ പണിക്കാർക്കും ബുദ്ധിമുട്ടാണ്, പണിക്കാർക്കും സുഖമാണ് ഇതൊക്കെ അപ്ലൈ ചെയ്യണത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു പൊതുവായിട്ടൊരു അറിവുണ്ടാവില്ലേ ഹാർഡ്വെയർസിനെ? അതെ അതെ അതെ. കാരണം ഒരു എഞ്ചിനീയർ പറയുന്നു, അപ്പോൾ അതേമാതിരി അവർ ഇന്ന ഓർഡർ എഴുതിയെടുക്കുന്നു, എഞ്ചിനീയർ പറയുന്നത് ജനങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടാവില്ല. നമ്മുടെ കടയിലേക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഈ ഒരു വീട് വെക്കാനുള്ള താല്പര്യമുള്ള ആൾക്ക് നേരിട്ട് വന്ന് പർച്ചേസിങ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇന്ന പ്രോഡക്റ്റ്, അതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുത്തിട്ടായിരിക്കും. എങ്ങനെയായിരിക്കും അതിപ്പോൾ ഒരു വീട് വെക്കുന്ന ഒരാൾ വന്ന് നമ്മുടെ കടയിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എങ്ങനെയൊക്കെയാണ് അവരുടെ കോസ്റ്റ് എന്തോരം, അപ്പോൾ 10 ലക്ഷമാണോ 50 ലക്ഷമാണോ ചോദിക്കുമ്പോൾ നമ്മൾ അതനുസരിച്ചുള്ള ഫിറ്റിങ്സ് ആയിരിക്കും നമ്മൾ അവർക്ക് കൊടുക്കുക. ഇപ്പോൾ പെയിൻറ്റിങ് ആണെങ്കിലും നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് കോസ്റ്റ്ലി ആവും. പിന്നെ അവർക്ക് കുറഞ്ഞ രീതി അവർക്ക് പറയും ഇത്രയും വേണ്ട, ഇതിൽ കുറച്ച് രീതിയിൽ പെയിൻറ്റിങ് ഐറ്റംസ് മതി, അല്ലെങ്കിൽ ഇത്ര ഉള്ള ഫിറ്റിങ്സ് മതി എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ളത് കൊടുക്കും. പിന്നെ റേറ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനം വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ സാധനം അവർക്ക് സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കുന്നതാണ്. എല്ലാം ഡയറക്റ്റായിട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം സ്റ്റാഫൊക്കെ ഉണ്ടോ? സ്റ്റാഫ് 2 പേരുണ്ട്. റൂട്ടിൽ സപ്ലൈ ഈ ബിൽഡേഴ്സിലേക്ക് സപ്ലൈ ചെയ്യാനായിട്ട് 2 പേരുണ്ട്. അപ്പോൾ അവരാണ് അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, വേറെ വീട്ടിൽ അച്ഛൻ വച്ചിട്ട് 9 വർഷമായി, അമ്മയുണ്ട്, പിന്നെ ചേട്ടൻ, പിന്നെ പെങ്ങന്മാർ, പിന്നെ എൻ്റെ വൈഫ്, പിന്നെ ചേട്ടന്മാരുടെ വൈഫ്, എല്ലാവരും ഉണ്ട്. അവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു? അവരൊക്കെ ഹൗസ് വൈഫാണ്. കുട്ടികളുണ്ട്, ഒരു കുട്ടിയുണ്ട്, പെൺകുട്ടി. പിന്നെ ശരിക്കും ഇപ്പോൾ ഇനി നിങ്ങളുടെ ഭാവി പരിപാടികൾ ചോദിച്ചപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതെ, ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് അതിന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് പിന്നെ അതിന് വേറെ ഷോപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിന് പറ്റിയ സ്റ്റാഫുകളെയൊക്കെ നമ്മൾ വെച്ച് അങ്ങനെയുള്ള പരിപാടി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉദ്ദേശിച്ചേക്കുന്നത് ആദ്യം നമ്മൾ
എറണാകുളം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചത്. അത് പതുക്കെ പതുക്കെ ഓൾ കേരള ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളൊരു നിലയിലാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. അപ്പോൾ അതിനുള്ള ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ കൂട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ നമ്മളത് കണ്ടുപിടിച്ച് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ എല്ലാവരും തീരുമാനം. അപ്പോൾ കുറച്ച് ഉൽപ്പന്നങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിൽ അത് ശരിക്കും ഇവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ബൾക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു 5 ദിവസം കണ്ട് കിട്ടും. പക്ഷെ അത് കിട്ടിയിട്ട് പിന്നെ വരണത് പിന്നെ ഒരു 30 ദിവസം കണ്ട് വരണം. അപ്പോൾ അത്രയും ഗ്യാപ്പ് വരുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്തുകൊണ്ട് ആ സാധനം ഞങ്ങൾക്ക് തരണില്ല, അങ്ങനെ ഒരു ഡിമാൻഡുള്ള സാധനം എന്തുകൊണ്ട് അങ്ങനെ തരണില്ല എന്ന് ആൾക്കാർ അങ്ങനെ പരാതി പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ കുറേ സാധനങ്ങൾ നമ്മൾ കടയിൽ സപ്ലൈ ചെയ്തിട്ട് ബൾക്ക് വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് വരുത്തിക്കും. അപ്പോൾ ഈ കിട്ടാത്ത സാധനങ്ങൾ നമ്മൾ ഇപ്പോൾ ഈ പഞ്ചാബിലോ അവിടെ പോയി ഓർഡർ ചെയ്തിട്ട് അവിടെ യൂണിറ്റുകളുണ്ട്, അവിടെ പോയി ഉണ്ടാക്കിയാണ്. അവിടെ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ 15 ദിവസം കഴിഞ്ഞ് പിന്നെ വരണം 40 ദിവസം കഴിഞ്ഞിട്ട് വന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മാനുഫാക്ചറിങ് വളരെ നമ്മൾ പറഞ്ഞ സമയത്ത് സാധനം കിട്ടുന്നില്ല എന്നുള്ള ഒരു ഇതാണ്, ആ ഒരു പ്രോബ്ലമാണ് ഇപ്പോൾ. മാക്സിമം എത്രയും വേഗം നമ്മൾ കസ്റ്റമറിലേക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചൈനയിൽ നിന്നുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കണ്ടെയ്നർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ നാളത്തേക്ക് പിന്നെ അപ്പം തന്നെ വേറെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ വരുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. തീർച്ചയായും എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അത് ഉടൻ തന്നെ അത് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇവരുടെ ഏറ്റവും ഇളയ സഹോദരൻ നമ്മളോടുണ്ട്, മിസ്റ്റർ സുരേഷ്. നമുക്ക് അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാം. യെസ്, നമസ്കാരം. ഇപ്പം എന്ത് എഡ്യൂക്കേഷന് ശേഷമാണ് ഇതിലേക്ക് വരുന്നത്? എഡ്യൂക്കേഷന് ശേഷമാണ്. പഠിക്കുന്ന കാലത്ത് ഇതിനകത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. എന്ത് കാര്യങ്ങളാണ് ഇവിടുത്തെ കൂടുതലായിട്ട് ഡീൽ ചെയ്യുന്നത്? ഇപ്പോൾ എന്താണ് ഈ നമ്മുടെ ഇപ്പോൾ ഷോറൂമിൽ ഏത് കാര്യമാണ് കൂടുതലായിട്ട് താങ്കൾ ഡീൽ ചെയ്യുന്നത്? മാർക്കറ്റിംഗ് ആണ്. എങ്ങനെയാണ് നമ്മളുടെ ഈ മാർക്കറ്റ് പർച്ചേസിംഗ് മെയിനായിട്ട് നമ്മുടെ സാധനങ്ങൾ പുറത്തുള്ള കമ്പനികളിൽ പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പം ശരിക്കും ആ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ചെക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. ശരിക്കും കമ്പനി നമുക്കൊരു ഇത് വാക്ക് തരുന്നുണ്ടല്ലോ, ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. പിന്നെ കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യും. ഇപ്പൊ നമ്മളിപ്പോ കസ്റ്റമറിന് കൊടുത്ത് നമ്മളുടെ കയ്യിൽ വന്നിട്ട് കസ്റ്റമറിന് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ വരുന്ന ആൾക്കാർ തിരിച്ചു കൊണ്ടുവന്നിട്ട് തിരിച്ചു വരും. അപ്പൊ നമ്മൾ ഡയറക്റ്റ് കമ്പനി കൊടുത്ത് മാറ്റിയെടുത്ത് അവർക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ടല്ലേ. പിന്നെ ഇപ്പൊ ഈ പുറത്തുള്ള വേറെ 2 പേരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ മാർക്കറ്റിംഗ് സെക്ഷനിൽ എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ഈ പ്രൈമറൊക്കെ പുറത്തേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. കോതമംഗലം, എറണാകുളം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഈ പ്രൈമർ പിന്നെ സർഫേസർ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ മുകളിൽ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ പുറത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ തന്നെയാണ് ഡയറക്റ്റ്. ശരിക്കും ഏതൊക്കെ കമ്പനികളായിട്ട് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ആയിട്ടൊക്കെയുള്ള പ്രീതി അങ്ങനെയുള്ള ഓരോ അന്നയായിട്ടാണ് അന്നായിട്ടാണ് മെയിൻ നമ്മളുടെ ഡീലർ അല്ലേ? അന്നയുണ്ട്, പിന്നെ മിസ്റ്റർ കുക്ക്,